അസ്ഹാബുൽ ബദരീങ്ങളെ കുറിച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ഈ ബദരീങ്ങൾ എന്തുവേനായിട്ട് യുദ്ധമാക്കിയെന്ന് ചെന്നെങ്കിൽ പണ്ട് മക്കത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ മുശ്രിക്കീങ്ങളായ ആൾമാർ ധാരാളം ഉപദ്രവിക്കുകയും മാത്രമല്ല മക്കത്തിൽ നിന്ന് ഈ മുസ്ലിമീങ്ങളുടെ സമ്പത്തും അവം എല്ലാം പിടിച്ചെടുക്കുകയും പൈസ എല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടാണ് അവിടെ മദീനത്ത് വരുമ്പോൾ മുസ്ലിമീങ്ങൾ സഹിച്ച പ്രയാസം. അപ്പോൾ മുസ്ലിമീങ്ങളെ സ്വത്തെല്ലാം പിടിച്ചെടുത്തത് കൊണ്ട് ഈ അബൂ സുഫിയാനും അവൻ്റെ ആൾമാരും ഷാമിലേക്ക് കച്ചവടത്തിൽ പോയിട്ട് വരുമ്പോൾ അങ്ങനെ ഒന്ന് തടയണു എന്ന രൂപത്തിൽ ഞങ്ങളെ സ്വത്തെല്ലാം തിരിച്ചെടുക്കണോ എന്ന രൂപത്തിലും അതുപോലെ വേറെ ചെമ്മ കാരണമുണ്ട്. ആ കാരണമെല്ലാം വെച്ചിട്ട് മുസ്ലിമീങ്ങ പോകണ ഉദ്ദേശിച്ചപ്പോൾ അബൂ സുഫിയാനെ കൊണ്ടായിട്ട് മുസ്ലിമീങ്ങ ഞങ്ങൾക്ക് യുദ്ധത്തിൽ റെഡിയായിട്ടുള്ളവർ ഞങ്ങൾ തടയൊക്കെ റെഡിയായിട്ടുള്ളവർ ചെന്നിട്ടാകുമ്പോൾ അബൂ സുഫിയാൻ എന്താക്കിയ വേറെ റൂട്ട് പിടിച്ചിട്ട് മക്കത്ത് വന്ന. പക്ഷേ ഈ വാർത്ത മക്കത്തിലുള്ള അബൂജഹലും ടീമും കൊണ്ടായിട്ട് അബൂജഹലും ടീം ചെന്നാറ് മുസ്ലിമീങ്ങ ഞങ്ങളേക്ക് യുദ്ധത്തിൽ റെഡിയായിട്ടുള്ളവർ ഇനി ബുദ്ധ പ്രശ്നമേ ഇല്ല, എങ്ങനെയെങ്കിലും മക്കത്ത് ബദർ കുറക്കെ പോയിട്ട് പറഞ്ഞു എന്തിനാക്കിടർ നോക്കാതെ വന്നിട്ടും അബൂജഹലും മക്കത്തെ ടീമും പിടിച്ചിട്ട് റെഡിയായ. അങ്ങനെ 3-4 ഞങ്ങൾ ബദറിൽ താമസിച്ച് വരണോ ചെന്നിട്ട് അങ്ങ് ബദർക്ക് പോയിട്ടാകുമ്പോൾ സുബ്ഹാനല്ലാഹ് എല്ലാ ആയുധങ്ങളും എല്ലാം റെഡി ആയിട്ട് 1000-ഓളം വേണ്ട ആൾമാരാണ് അങ്ങ് ബദറിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കാനലക്കും ആയത്തും രണ്ട് ടീം ബദറിൽ ഒരുമിച്ച് കൂടിയത് അത് നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അതായത് മുസ്ലിമീങ്ങവും അതുപോലെ അമുസ്ലിമീങ്ങ ബദറിൽ വെച്ചിട്ട് അങ്ങ് പരസ്പരം കണ്ടുമുട്ടിയത് വലിയ നിങ്ങൾക്ക് പാഠമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ, ഒരു ടീം എന്ത് പോരാട്ടത് അത് അള്ളാഹുടെ മാർഗത്തിൽ വേനായിട്ടുള്ള ഒരു പോരാട്ടമാണ്. പിന്നൊരു ടീം വൗഖ്റാ കാഫിറത്തുൻ, അത് മറ്റ് മുസ്ലിമീങ്ങൾ അല്ലാത്ത ഒരു ടീമാണ്. ആ ടീമോ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, ഒരിങ്ങനെ നേരിട്ടിങ്ങനെയുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മുസ്ലിമീങ്ങളെ ഡബൽ ഇരട്ടിയുള്ള ടീം, അതായത് മുസ്ലിമീങ്ങൾ 313 ആൾമാരുന്നെങ്കിലും അങ്ങ് 1000-ഓളം ആൾമാരാണ് ഇന്ന്. അപ്പൊ ഈ മുസ്ലിമീങ്ങളെ അങ്ങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡബൽ ആയിട്ട് കണ്ടോണ്ടിരുന്നത്, അതായത് മുസ്ലിമീങ്ങൾ 313 ഇന്നെങ്കിൽ 600 ചില്ലറ കണ്ടോണ്ടിരുന്നത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ 1000 ഇന്നെങ്കിൽ അതിൽ ഡബൽ ആയിട്ട് മുസ്ലിമീങ്ങളെ കണ്ടോണ്ടിരുന്നത്, 2000-ഓളം ആൾമാർ കണ്ടോണ്ടിരുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സംഖ്യ അങ്ങനെ കാട്ടുകയും അല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അല്ലാഹു എന്തിനാക്കിയാണെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ച് അങ്ങനെ സഹായിക്കുകയും ചെയ്ത. അങ്ങനെ സഹായിച്ചിട്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുമാരെ ബദറിലേക്ക് കടത്തിലെ അങ്ങനെ കടത്തിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുക്കുക. എന്നിട്ട് ഈ ആയത്തിൽ ചൊല്ലു ഇന്ന ഫീ ദാലിക ലഇബ്റത്തുൽ ലിഉലിൽ അബ്സാർ, ഇതെല്ലാം ചിന്തിക്കണമെങ്കിൽ വലിയ പാഠമുണ്ടോ, ഇല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ചെറിയ സംഖ്യ ആയുധമൊന്നുമില്ല, ഒരു 4-5 വാള് മാത്രമല്ല, അങ്ങനെ എല്ലാം എത്രത്തോളം ചെന്നെങ്കിൽ ഈ യുദ്ധാക്കിടങ്ങളെ പ്രോത്സാഹിക്കുകയായിട്ടുള്ള പാട്ടുപാടുള്ള സ്ത്രീകളും ഡാൻസ് ആക്കുള്ള സ്ത്രീകളും ഇതെല്ലാം വെച്ചിട്ടാണ് അങ്ങ് യുദ്ധത്തിൽ വന്നത്. പക്ഷേ അള്ളാഹുടെ സഹായം കൊണ്ട് എന്തായിട്ട് ബദറിൽ മുസ്ലിമീങ്ങ വിജയിക്കാറ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫസ്റ്റിಗೆ ചൊന്നിട്ട് ഇതാ ഇത് ബദറിലെ ഈ പ്ലേസിലാണ് നാളെ അബൂജഹൽ ചാവിടെ, ആ പ്ലേസിലാണ് ഉത്ബത്ത് ചാവിടെ, അതിനപ്പുറത്താണ് ഷൈബത്ത് ചാവിടെ, ഇങ്ങനെ ഓരോന്നും ബദർ യുദ്ധം നടക്കുന്ന മുന്നത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിയിട്ടുണ്ട്. അതേപോലെ ബദറിൽ നബി തങ്ങൾ ഓടെ ചെന്ന അവിടെമേ അബൂജഹലും ചാവിടെ എല്ലാവരും അങ്ങനെ നബി തങ്ങളെ അദൃശ്യമായിട്ടുള്ള സംഭവം ഓർമ്മപ്പെടുത്തിയതുപോലെ നടന്നു പോയിട്ട് അങ്ങനെയാണ് ബദർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദറിൽ പോരാടം നടത്തി അവർ 14-ഓളം ബദരീങ്ങൾ ഷഹീദായിട്ടാറ്, അങ്ങനെ എല്ലാ ആൾമാരും ശത്രുങ്ങൾ ചത്തുപോയിട്ടാറ്. അപ്പോൾ ബദറിൽ ഷഹീദായ ആ ബദരീങ്ങളായ സ്വഹാബികളും അതുപോലെ എല്ലാം സ്വഹാബികളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരട്ടെ. വഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى ഞങ്ങൾ ഫാത്തിഹ സൂറത്തും ചെന്ന വിഷയം അല്ലാഹു